ഇന്ന് വുമൻസ് ഡേ ആണല്ലോ. സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പൊതുവിൽ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പം മുതൽ കണ്ട് ശീലിച്ചതാണ് നമ്മുടെ അമ്മമാർ അവർക്ക് ലഭിക്കുന്ന വളരെ പരിമിതമായ തുകയിൽ നിന്ന് ചെറിയൊരു തുക എപ്പോഴും മാറ്റിവെച്ച് കൃത്യമായി അവർ സൂക്ഷിച്ചു വച്ചിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിലെ ഏറ്റവും അസന്നിഗ്ധമായ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെറിയ ഒരു കാര്യത്തിനെങ്കിലും അത് ഉപകരിച്ച ഒരു അനുഭവമെങ്കിലും നമ്മളിൽ ഒരാൾക്കെങ്കിലും ഇല്ലാതിരിക്കില്ല. ഇത്തരത്തിൽ വീട്ടിലെ ആദ്യത്തെ സേവിങ്സ് നമ്മൾ കണ്ടു ശീലിച്ചത് ഒരു പക്ഷേ നമ്മുടെ അമ്മമാരിൽ നിന്നായിരിക്കും. ഇന്നത്തെ ഈ വുമൻസ് ഡേ അത്തരം എല്ലാ അമ്മമാരെയും ഓർത്തുകൊണ്ടായിരിക്കട്ടെ. സ്ത്രീകൾക്ക് പ്രകൃതിയാ തന്നെ ഇങ്ങനെ ഒരു സ്വഭാവം അവർക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അവർക്ക് എളുപ്പമാണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ. സേവിങ്സ് കൊണ്ട് ഒരിക്കലും നമ്മളുടെ സമ്പത്ത് വളരില്ല. സേവിങ്സ് വളരെ അനിവാര്യമാണ്, പക്ഷേ സേവ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അത്തരത്തിൽ കൃത്യമായൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് വലിയൊരു വെൽത്ത് തന്നെ ബിൽഡ് ചെയ്യാൻ കഴിയും. ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 കോടി രൂപ അയാളുടെ സേവിങ്സിൽ നിന്ന് നേടുക എന്നത് സാധ്യമേ അല്ലാത്ത കാര്യമാണ്. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, കൃത്യമായ ആസൂത്രണത്തോടെ ദീർഘകാലത്തേക്ക് ഏറ്റവും സുരക്ഷിതമായ ഗവൺമെൻറ് നിയന്ത്രിതമായ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ നിക്ഷേപിക്കുക എന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് കൃത്യമായി ഇൻഷുറൻസ് പ്ലാനിംഗ് ഉണ്ടായിരിക്കണം, റിസ്ക് പ്ലാനിംഗ് ഉണ്ടായിരിക്കണം, വെൽത്ത് ബിൽഡിങ്ങിനൊരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. ഇതിന് തീർച്ചയായും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണ്. അതിനായി നിങ്ങൾക്കൊപ്പം എന്നും ഫിൻസാവിയോ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യൂ, ഫ്രീ ആയി ഒരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.